നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 281 ഉയർന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ മൂന്നാം ദിനമായ ഇന്ന് രാവിലെ കാലാവസ്ഥ തെളിഞ്ഞതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താനും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും പരിശോധന തുടരുകയാണ്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് കരുതുന്ന പുഞ്ചിരിമട്ടത്ത് വീടുകളുടെ അവശിഷ്ടങ്ങൾ പോലും കാണാനില്ലെന്നാണ് വിവരം. വലിയ ഉരുളൻ പാറകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ യന്ത്രങ്ങളടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ചാലിയാർ പുഴയിലും മൃതദേഹങ്ങൾക്കായി പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 12 മന്ത്രിമാർ വയനാട്ടിലുണ്ട്. എല്ലാവരും ഇവിടെ തുടരുന്നത് പ്രായോഗികമല്ല. റവന്യൂ, വനം, ടൂറിസം, SC/ST മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. ശ്രീറാം സാംബശിവ റാവു പ്രത്യേക ഉദ്യോഗസ്ഥനായി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതബാധിതരെ തൽക്കാലം ക്യാമ്പുകളിൽ തന്നെ താമസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുനരധിവാസ പ്രക്രിയയ്ക്ക് ഫലപ്രദമായി നടപടി സ്വീകരിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരും. ക്യാമ്പിനകത്ത് സ്വീകാര്യത ഉറപ്പുവരുത്താനായി കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ക്യാമ്പിനകത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസത്തിന് നേരിട്ട് സഹായവുമായി ആരും വരരുതെന്നും അത് സ്വീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാവില്ല. കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിദ്യ നൽകാനാവും. കൂടാതെ ആദിവാസി കുടുംബാംഗങ്ങളെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവർ അതിന് തയ്യാറല്ല. അവർക്ക് ഭക്ഷണം എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ ദുരന്ത നിവാരണ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തുന്നതിനും സൈന്യത്തിനും രക്ഷാപ്രവർത്തകരുടെയും വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്നതിനും വേണ്ടി വയനാട്ടിലേക്ക് അത്യാവശ്യമല്ലാത്ത ഒരു വാഹനവും കടത്തിവിടില്ല. ഈങ്ങാമ്പുഴയിൽ വാഹന പരിശോധന നടത്താൻ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആശുപത്രി, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് എന്തെങ്കിലും തടസ്സമോ ബുദ്ധിമുട്ടോ നേരിടുന്നുണ്ടെങ്കിൽ താമരശ്ശേരി DYSP P പ്രമോദിനെ നേരിട്ട് വിളിക്കാവുന്നതാണ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിനെ സംസ്ഥാനത്തെ മാതൃകാ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ബജറ്റിൽ ഒരു ജില്ലയിൽ ഒരു മാതൃകാ സ്കൂൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വയനാട്ടിലെ ഈ മാതൃകാ സ്കൂൾ വെള്ളാർമല സ്കൂൾ ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭൂകമ്പം ഉൾപ്പെടെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കെട്ടിടം സ്കൂളിനായി നിർമ്മിക്കുമെന്നും അക്കാര്യത്തിൽ അടിയന്തരമായി നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുണ്ട് കളക്ടർ അറിയിച്ചു. റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. 201 പേരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാനായെന്നും ഇതിൽ 90 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളതെന്നും കളക്ടർ പറഞ്ഞു. 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8304 പേരെ മാറ്റി താമസിപ്പിച്ചു. എല്ലാ ക്യാമ്പുകളിലുമായി 3022 പുരുഷന്മാരും 3398 സ്ത്രീകളും 1884 കുട്ടികളും 23 ഗർഭിണികളുമാണ് കഴിയുന്നത്. ചൂരൽമലയിലുള്ള ഏക മൊബൈൽ ടവറായ BSNL രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ മൊബൈൽ സിഗ്നൽ, ഇൻ്റർനെറ്റ്, ടോൾ ഫ്രീ സൗകര്യങ്ങൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കി. ചൂരൽമലയിലെ ടവറിന് അടിയന്തരമായി ജനറേറ്റർ, വൈദ്യുതി സൗകര്യം ഒരുക്കി മുടക്കം കൂടാതെ മൊബൈൽ സിഗ്നൽ ലഭ്യമാക്കിയതും യുദ്ധകാലാടിസ്ഥാനത്തിൽ ചൂരൽമലയിലും മേപ്പാടിയിലും 4G സേവനം ലഭ്യമാക്കി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ അതിവേഗ ഇൻ്റർനെറ്റും ടോൾ ഫ്രീ നമ്പറുകളും ഒരുക്കിയതും ഇതിൽപ്പെടും. മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. രാത്രിയിലും തുടർന്ന പാലത്തിൻ്റെ നിർമ്മാണം കരസേനയുടെ അംഗങ്ങളാണ് നിർമ്മിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഉച്ചയ്ക്ക് ശേഷം പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിന് വയനാട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയായിരുന്നു പ്രചാരണം. കോഴിക്കോടൻ 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത്. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിലെ കരുവന്നൂർ പുഴ, ഗായത്രി പുഴ എന്നീ നദികളിലാണ് കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കരമന, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, തൃശൂർ ജില്ലയിലെ കീച്ചേരി, കാസർഗോഡ് ജില്ലയിലെ പയസ്സനി എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. ഈ പുഴകളോട് ചേർന്നുള്ള കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ്.
കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ റിട്ടയർഡ് അധ്യാപകൻ മാത്യു എന്ന മത്തായി മരിച്ചു. മൃതദേഹം അപകട സ്ഥലത്ത് നിന്ന് 200 മീറ്റർ അകലെ പുഴയിൽ നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോഴിക്കോട് വടക്കൻ മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാട് സമീപ പ്രദേശങ്ങളായ അടിച്ചിപ്പാറ, മഞ്ഞച്ചേളി, കുറ്റനല്ലൂർ, പന്നിയേരി മേഖലകളിൽ തുടർച്ചയായി 9 തവണ ഉരുൾപൊട്ടിയെന്നാണ് റിപ്പോർട്ട്. തീരത്തിലെ 12 വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരി അകമല ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന് റിപ്പോർട്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം 4 വകുപ്പുകൾ ചേർന്ന് പ്രദേശത്ത് സംയുക്ത പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. മണ്ണിനടിയിലൂടെ ഉറവുള്ളതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്നും പരിശോധനാ സംഘം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മൈനിങ് ആൻഡ് ജിയോളജി, സോയിൽ കൺസർവേഷൻ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും റവന്യൂ സംഘവുമാണ് അകമലയിൽ പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം മധ്യ വടക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കർണാടകയിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ തൃശ്ശൂരിൽ നിന്ന് ഷിരൂരിലേക്ക് ട്രൈജർ കൊണ്ടുപോകില്ല. ഗംഗാവാലി പുഴയിൽ ആഴവും ഒഴുക്കും കൂടുതലായതിനാൽ ട്രാജർ ഗംഗാവാലി പുഴയിൽ ഇറക്കാൻ കഴിയില്ല. വിദഗ്ധ സംഘം തൃശ്ശൂർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പുഴയിൽ ഒഴുക്ക് 4 നോട്ട്സിൽ കൂടുതലാണെങ്കിൽ ട്രാജർ ഇറക്കാൻ പ്രയാസമാണ്. അടിമാലിക്ക് സമീപം ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറി മറിഞ്ഞു. കരടിപ്പാറയിലാണ് അപകടമുണ്ടായത്. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ലോറി കൊക്കയിലേക്ക് തലക്കീഴായി മറിയുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.